ഹായ്, എന്ന് വിചാരിച്ചാൽ കുറച്ച് പെർഫ്യൂംസ് റിവ്യൂ ചെയ്യാം. റിവ്യൂ ഒന്നുമല്ല, എനിക്ക് ഇതിന് കുറച്ച് പ്രാന്തുണ്ട്. പെർഫ്യൂംസിൻ്റെ നന്നായി മണക്കണം എന്ന രീതിയിൽ കുറച്ച് പ്രാന്തുണ്ട്. അപ്പം ഞാൻ മേടിച്ചു വിട്ട് കുറച്ച് സാധനങ്ങളാണ്. ഞാനിതിങ്ങനെ കുറേ റീൽസ് കണ്ട് അല്ലെങ്കിൽ യൂട്യൂബ്സിലെ റിവ്യൂ കണ്ട് അങ്ങനെയൊക്കെ മേടിച്ചതാണ്. പക്ഷെ ഇതെൻ്റെ ഒപ്പീനിയനിൽ ഞാൻ പറയുന്ന റിവ്യൂസാണ്. ഇത് എനിക്ക് എത്രത്തോളം ലാസ്റ്റ് ചെയ്യുന്നു. ഫസ്റ്റ് ഒരെണ്ണം എടുക്കാം കേട്ടോ. അതിൻ്റെ മണം അടിപൊളിയാണ്. നമ്മുടെ കയ്യിൽ അധികം ബഡ്ജറ്റില്ല, എന്നാൽ നമുക്ക് നല്ലൊരു മണം വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അത് നല്ലത്. മീൻസ് നമ്മൾ പൈസ കൊടുത്ത് മേടിക്കുന്നതിനേക്കാൾ കൂടുതൽ കുറച്ചും കൂടെ ലോങ് ലാസ്റ്റിങ് ചെയ്തിട്ടുള്ള ഒരെണ്ണം കേട്ടോ. ഈ വാട്ടറുകളുടെ വാനിലയുടെ എനിക്ക് അടിപൊളിയായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്യും. മറ്റേ വാസ്ലിൻ്റെ കൊക്കോ ക്രീം അത് നന്നായി ലാസ്റ്റ് ചെയ്യും. ഇതിൻ്റെ കൂടെ ഇതടിക്കുന്ന സമയത്ത് നമുക്ക് കുറേ നേരം ലാസ്റ്റ് ചെയ്യും. കുറേ നേരം, ഒരു ഫുൾ ഡേ ഒന്നുമല്ല, പക്ഷെ കുറച്ചും കൂടെ ലാസ്റ്റിങ്ങാണ്. ഭയങ്കര നല്ല മണമാണ്. പക്ഷേ ഈ തലവേദനയുള്ള ആൾക്കാരൊന്നും അങ്ങനെ എടുക്കണം ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. അല്ലാത്തവർക്കൊക്കെ നല്ല സ്മെല്ലൊക്കെ കാണുന്ന നല്ല അടിപൊളി സ്മെല്ലാണ്. വാനിലയുടെ ഒക്കെ ഒരു നല്ല സ്മെല്ലുള്ള സാധനം കിടില്ല. രണ്ടാമത്തെ പെർഫ്യൂം ഞാൻ കുറേ ആഗ്രഹിച്ച് മേടിച്ചതാണ്. പെർഫ്യൂം അല്ല, അതൊരു സൈസ് ക്രീമാണ്. ഞാൻ എന്നിട്ട് എൻ്റെ ചേട്ടായോട് പറഞ്ഞ് ഞാൻ അവിടുന്ന് കൊണ്ടിരിച്ചതാണ് ദുബായിൽ നിന്ന്. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടം എൻ്റെ മണം. എൻ്റെ ഒരു രക്ഷയില്ല മറിയത്തിൻ്റെ. സീൻ സാധനം. പക്ഷെ ഇത് ഞാൻ വിചാരിച്ചു കുറേ നേരം ലാസ്റ്റ് ചെയ്യുന്നു. പക്ഷെ ലാസ്റ്റിംഗ് ഒന്നുമില്ല. ആ തേക്കുന്ന ആ മണം, നമ്മളിങ്ങനെ തേക്കുന്നതിൻ്റെ ആ ഒരു സ്മെല്ല് മാത്രം ഒരു രക്ഷയില്ല കേട്ടോ. ഇതിന് എന്ത് മണ പറഞ്ഞു തരാമെന്ന് എനിക്കറിയില്ല. പക്ഷെ നിങ്ങളൊക്കെ ഒന്ന് സ്മെല്ലിനോടൊക്കെ ഇങ്ങനെ ഇതിനോടൊക്കെ ഒരു എന്താ പറയുക, പാഷനൊക്കെ ഉള്ള ഒരാൾക്ക് ഇത് എന്തായാലും അവരുടെ കയ്യിൽ വേണ്ട ഒരു സാധനമാണ്. അത്രയ്ക്ക് എന്താ പറയുക, അത്രയ്ക്ക് രസമാണ് അതിൻ്റെ ആ സ്മെല്ല്. പക്ഷെ ലാസ്റ്റിംഗ് അല്ല, നമുക്ക് തന്നെ മണത്ത് നമുക്ക് തന്നെ അങ്ങ് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു മണമാണ് അത്. നല്ല രസമാണ്. ചേട്ടാ എനിക്ക് അതിൻ്റെ കൂടെ തന്നെ എനിക്ക് കൊണ്ടുതന്ന ഒരു പെർഫ്യൂമായിരുന്നു. ഇത് രണ്ടും കൂടെ അടിക്കുമ്പോൾ നല്ലതാണ്. രണ്ടും കൂടെ നല്ല ഒരു കോമ്പിനേഷനുള്ളത്. പിന്നെ ഉള്ളത് ഞാൻ കുറച്ച് കാശ് മുടക്കി ഓഫറൊക്കെ നോക്കി ഞാൻ അത്ര ആഗ്രഹിച്ച് മേടിച്ചൊരു സാധനം കേട്ടോ. ഞാൻ കുറേ മാളിലൊക്കെ പോയി ഞാൻ ഇങ്ങനെ തപ്പി അത്ര ആഗ്രഹിച്ച് പൈസ ചിലവാക്കണോ എന്നൊക്കെ ആലോചിച്ച് സാലറി കിട്ടിക്കഴിഞ്ഞ് 2-3 വട്ടം മാളിലൊക്കെ പോകുന്ന സമയത്ത് അതിൻ്റെ ഷോപ്പ് കണ്ട് എപ്പോഴും ഇങ്ങനെ ആലോചിച്ച് കയറി വല്ല ഓഫറൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കി അത് മണത്തൊക്കെ നോക്കി അങ്ങനെ സെലക്ട് ചെയ്ത് പറഞ്ഞാൽ വിക്ടോറിയ സീക്രട്ടിൻ്റെ പ്യുവർ സെഡക്ഷൻ എന്ന് പറഞ്ഞൊരു പെർഫ്യൂം. ഇത് അടിപൊളി സ്മെല്ലാണ്. പക്ഷെ ലാസ്റ്റിംഗ് ഒന്നും അല്ല കേട്ടോ. എൻ്റെ ബോഡിയിൽ 1 മണിക്കൂറൊക്കെ എനിക്ക് നിന്നാലേ ഉള്ളൂ. പക്ഷേ ഈ റിവ്യൂസിലൊക്കെ ഈ ഇൻസ്റ്റയിലായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബിലായിക്കോട്ടെ റീൽസിലൊക്കെ ഭയങ്കര ലാസ്റ്റിംഗ് ആണ്, അങ്ങനെ തേങ്ങ മറിച്ചാൽ. പക്ഷേ എനിക്കത്ര ലാസ്റ്റിംഗ് ഒന്നും അല്ല. പക്ഷെ സ്മെല്ല് അടിപൊളി, ഒരു രക്ഷയില്ല. 1 മണിക്കൂറൊക്കെ എൻ്റെ ബോഡിയിലാണ് കേട്ടോ. ചിലപ്പം ചിലവരുടെയൊക്കെ ബോഡിൽ ചിലപ്പോൾ റിവ്യൂ പറയുന്നവരുടെയൊക്കെ ബോഡിൽ ചിലപ്പം കുറേ നേരമൊക്കെ നിൽക്കുമായിരിക്കും. പക്ഷെ എൻ്റെ ബോഡിൽ അത്ര നേരം ഒന്നും നിന്നിട്ടൊന്നുമില്ല. പക്ഷെ സ്മെല്ല് ഒരു അടിപൊളി, നല്ലൊരു ഫ്രൂട്ടി സ്മെല്ലാണ്. ഒരു കുത്തുന്ന സ്മെല്ലൊന്നും അല്ല, പക്ഷെ ഇതൊരു അടിപൊളി സ്മെല്ലാണ് ഇതിൻ്റെ. എപ്പോഴെങ്കിലും നിങ്ങൾ പോകുമ്പോൾ മാളിലൊക്കെ നമുക്ക് ട്രയലിൽ നിന്ന് മണത്ത് നോക്കുക. മീൻസ് നമുക്ക് അവരിങ്ങനെ മണപ്പിക്കാൻ തരുമല്ലോ. അടിപൊളി സ്മെല്ലാണ് അതിൻ്റെ. നല്ലൊരു പെർഫ്യൂം ആട്ടോ. പക്ഷെ കുറച്ച് നല്ല കാശ് അങ്ങനെയല്ല, നമുക്കിങ്ങനെ ഒരു ആഗ്രഹിച്ചൊരു പെർഫ്യൂം മേടിക്കണം എന്ന രീതിയിൽ ഓഫറുള്ള സമയത്ത് മേടിക്കുക. അല്ലെങ്കിൽ ഇതിനൊക്കെ ശരിക്കും ഇതിൻ്റെ വില എന്ന് പറയുന്നത് 2700 രൂപ വരും. 2700 രൂപയ്ക്കൊന്നും മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓഫറുള്ള സമയത്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ ഇതിൻ്റെ സ്മോൾ ഇല്ലെന്ന് തോന്നുന്നു. ഇതിൻ്റെ സ്മോൾ ഉണ്ടോ എനിക്കറിയില്ല കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല അടിപൊളി സ്മെല്ലാണ്. പക്ഷെ ലാസ്റ്റിങ് എനിക്കൊക്കെ 1 മണിക്കൂർ ലാസ്റ്റ് ചെയ്താലായി. എൻ്റെ ബോഡിൽ അങ്ങനെ ഒരു പെർഫ്യൂം അങ്ങനെ കൂടുതൽ ലാസ്റ്റ് ഒന്നും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഇത് നല്ല അടിപൊളി സ്മെല്ല് ഒരു കിടില്. എൻ്റെ പാക്കിങ് നല്ലതായിരുന്നു. വന്ന സമയത്ത് അടിപൊളി പാക്കിംഗ് ഒക്കെ ആയിരുന്നു. നെക്സ്റ്റ് ഒരു അത് ഞാൻ പിന്നെ കുറേ പേരെ റിവ്യൂസ് കണ്ട്, പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് യൂസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഇൻസ്റ്റയിലൊക്കെ എപ്പോഴും ഇതിൻ്റെ ഭയങ്കര ഫേമസ്. അപ്പം പിന്നെ അങ്ങനെ കണ്ട് മേടിച്ചതായിരുന്നു. പിന്നെ ഞാൻ ഇതിൻ്റെ ഈ ഷോപ്പിൽ മാളി പോകുന്ന സമയത്ത് കയറി കുറേ എണ്ണം മണപ്പിച്ചൊക്കെ നോക്കി. അന്ന് തൊട്ട് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അത് മേടിക്കണം എന്നുള്ളത്. അങ്ങനെ ഞാൻ മേടിച്ചൊരു സാധനമാണ് ജാപ്പനീസ് ജെറി ബ്ലോസത്തിൻ്റെ ബാത്ത് ആൻഡ് ബോഡിയുടെ. ഇത് എല്ലാവരും ലാസ്റ്റിംഗ് ആണ്, തേങ്ങയാണ്, ചക്കയാന്നൊക്കെ പറയും. പക്ഷെ ഇതും എൻ്റെ ബോഡിയിൽ ലാസ്റ്റ് ചെയ്യുന്നില്ല. എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല കേട്ടോ. എനിക്ക് മാത്രം ഇങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല.
എൻ്റെ ബോഡിയിൽ അത്ര ലാസ്റ്റിംഗ് അല്ല ഇത്. ഒരു അരമണിക്കൂർ പോലും എനിക്കിത് ലാസ്റ്റിംഗ് അല്ല. പക്ഷെ സ്മെല്ല് കിടിലനാ, അതൊരു രക്ഷയില്ല പറയാം. സ്മെല്ല് കിടിലന, പക്ഷെ ലാസ്റ്റിംഗ് അല്ല ഒട്ടും അങ്ങനെ അങ്ങോട്ട്. പക്ഷെ ഞാൻ പറയട്ടെ, നമ്മളൊരു സ്മെല്ല് അടിക്കുന്ന സമയത്ത്, പെർഫ്യൂം അടിക്കുന്ന സമയത്ത് പലരുടെ ബോഡിയിലും പല സ്മെല്ലാണ്. എനിക്ക് അടിക്കുന്ന സ്മെല്ലായിരിക്കില്ല വേറൊരാളുടെ ബോഡിയിൽ ഞാൻ ഈ സ്പ്രേ അടിക്കുന്ന സമയത്ത് കിട്ടുന്ന സ്മെല്ല്. അപ്പം എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുന്നില്ല, പക്ഷെ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത്ര സ്ട്രോങ് സ്മെല്ലൊന്നും അല്ല, ഒരു മൈൽഡ് സ്മെല്ലാണ് ഇതിൻ്റെ. എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ ചാൻസ് ഉള്ളതാണ്. ഇത് ലാസ്റ്റിംഗ് ഒന്നും അല്ല കേട്ടോ. പക്ഷേ പെർഫ്യൂം ഇതിൻ്റെ കുഞ്ഞു ബോട്ടിൽ മേടിച്ച് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഓഫറുള്ള സമയത്ത് ഇതിൻ്റെ കുഞ്ഞു ബോട്ടിൽ ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ മേടിച്ചാൽ മതി. അല്ലെങ്കിൽ അദ്ദേഹത്തെ അത്ര റെക്കമെൻഡ് ഒന്നും ചെയ്യില്ല. പക്ഷെ ഇതിനുണ്ട് 2300 രൂപ. 2000 ഓഫർ ഉള്ളപ്പോൾ മേടിക്കുക, അല്ലാത്തപ്പോൾ മേടിക്കുക നമുക്ക് നഷ്ടമാണ്. അല്ലാത്തപ്പോൾ മേടിക്കാനുള്ളതൊന്നും ഇല്ല. ഞാൻ റിവ്യൂ ഒക്കെ കണ്ട് മേടിച്ചായിരുന്നു, വലിയ രസമൊന്നുമില്ല. പക്ഷെ എൻ്റെ ഒരു ഇങ്ങനെ ഇതിന് പ്രാന്തൊക്കെ ഉള്ളവർക്ക് അതൊരു ഇതല്ലേ അങ്ങനെ. പിന്നെ വേറൊരു പെർഫ്യൂം ഞാൻ അത്ര വില കൊടുക്കാതെ മേടിച്ച് പറഞ്ഞാൽ, അങ്ങനെയല്ല വില കൊടുക്കുക, അങ്ങനെയല്ല ലക്ഷറി അങ്ങനത്തെ എൻ്റെ രീതി നമുക്ക് കയ്യിൽ ഒതുങ്ങുന്ന, നമുക്ക് ഇപ്പം മേടിക്കാൻ പറ്റുന്ന ചെറിയൊരു പെർഫ്യൂമിലാണ് മറ്റേ പ്ലമ്മിൻ്റെ വാനിലയുടെ. ഇത് അടിപൊളി സ്മെല്ലാണ്. ഇത് പക്ഷെ ലാസ്റ്റ് ചെയ്യുന്നു എല്ലാവരുടെ വീഡിയോയിലും കണ്ടു. പക്ഷെ എനിക്കിതും ലാസ്റ്റ് ചെയ്യില്ല കേട്ടോ. 1 മണിക്കൂറൊക്കെ എനിക്ക് ലാസ്റ്റ് ചെയ്യും. പക്ഷെ ഇതും വാനിലയുടെയാണ്. ഇതും അങ്ങനെ കൂടുതലായിട്ട് എനിക്ക് ലാസ്റ്റ് ഒന്നും ചെയ്തില്ല. പക്ഷെ കുഴപ്പമില്ല, ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. പൈസ കൊടുത്ത് മേടിച്ച് കുറേ പൈസ കൊടുത്ത് മേടിച്ച് ഇതിനേക്കാളൊക്കെ ഭേദം ഇത് പിന്നെ ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതൊരു ആഗ്രഹമായിരുന്നു കേട്ടോ. ഇതും ഒരു ആഗ്രഹമായിരുന്നു. അല്ല, ഇതും ഒരു ആഗ്രഹം. ഈ 3 എൻ്റെ ഒരു ആഗ്രഹങ്ങളായിരുന്നേ. അതങ്ങ് സാധിച്ചു, ആഗ്രഹങ്ങൾ സാധിച്ചു. മണം നിൽക്കുന്നുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല, അങ്ങനെ മണം നിൽക്കുന്നൊന്നുമില്ല. പക്ഷെ ആഗ്രഹങ്ങൾ സാധിച്ചു. പക്ഷെ ഇതും ഈ 2 സാധനങ്ങളും അധികം പൈസ കൊടുക്കാതെ പക്ഷെ അടിപൊളിയായിട്ട് സ്മെല്ല് നിൽക്കുന്ന സാധനങ്ങൾ ഇത് 2. ഇത് ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യും മേടിക്കാൻ വേണ്ടിയിട്ട്. ഇത് കിടിലനാ സാധനം, ഇത് 2. പിന്നെ ഒരെണ്ണം ഞാൻ അങ്ങനെ എൻഗേജിൻ്റെ യാങ് എന്ന് പറഞ്ഞൊരു സാധനം കേട്ടോ. ഇത് അടിപൊളി സ്മെല്ലാണ്. ഇതൊരു നല്ലൊരു ഫ്ലോറൽ നല്ലൊരു സാധനം കേട്ടോ. ഇത് ഞാൻ ലാസ്റ്റിംഗ് അല്ല, പക്ഷേ നല്ല സ്മെല്ലാണ്. അങ്ങനെ കുത്തുന്നതോ, ഇതൊരു ഫ്ലോറൽ ടൈപ്പ്, നല്ല കാം ആൻഡ് ക്വയറ്റ് എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ നല്ലൊരു സ്മെല്ലാണ് ഇതിൻ്റെ. ഇത് നല്ലൊരു സ്പ്രേ കേട്ടോ. ഇതെൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് അവൾ പോകാൻ തന്നതായിരുന്നു. ഇത് അടിപൊളിയാണ്, എനിക്ക് ഡെല്ല് തന്നതായിരുന്നു. കൊള്ളാം, നല്ല സ്പ്രേ. ഞാൻ അത്ര ആഗ്രഹിച്ച്, ഞാൻ പെട്ടെന്ന് ആഗ്രഹിച്ച് അവൾ പോകാൻ നേരം ഇതെനിക്ക് തന്നപ്പോൾ ഭയങ്കര സന്തോഷമായ ഒരു സാധനമായിരുന്നേ. നല്ലൊരു സ്പ്രേ ആയിട്ട്. പിന്നെ ഒരു സാധനം, ഞാൻ സാലറി ഇട്ടുകഴിഞ്ഞ്, ഞാൻ ജോലിക്ക് കയറിക്കഴിഞ്ഞ് ഫസ്റ്റ് സാലറിയിൽ കിട്ടിക്കഴിഞ്ഞ് ഞാൻ എനിക്ക് വേണ്ടി അത്ര ആഗ്രഹിച്ച് ഓർഡർ ചെയ്തൊരു സാധനമാണ്. എനിക്കത് അത്രയും സ്പെഷ്യലാണ്. ഇത് ഞാൻ അങ്ങനെ ഉപയോഗിക്കൊന്നുമില്ലേ, ഉപയോഗിച്ചു കേട്ടോ. എന്നാലും ഇതെനിക്ക് കുളിയൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ തേക്കില്ലേ, ഭയങ്കര അഡിക്ഷനായിരുന്നു എനിക്ക് ഇതിന്. അങ്ങനെ ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഇതെനിക്ക് തീരുമോ എൻ്റെ പേടിയാണ്. അങ്ങനെ ഞാൻ മേടിച്ചൊരു സാധനം, ബാത്ത് ആൻഡ് ബോഡിയിലെ ലവ് എന്ന് പറഞ്ഞൊരു സാധനം, ക്രീം. ഇതിൻ്റെ സ്മെല്ല് ഒരു രക്ഷയില്ല, എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഇത് അടിപൊളി സാധനമാണ്. എല്ലാം കൂടെ അടിച്ചിട്ടേ ഭയങ്കര വൃത്തിയായിട്ട് സ്മെല്ലാവും. ഇതിനോട് എനിക്കൊരു പറയാനൊരു വാക്കില്ല, അത്രയ്ക്ക് അഡിക്റ്റായിട്ട് ഇതിനോട് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായി. ഇത് മീൻസ് കുളിയൊക്കെ കഴിഞ്ഞാൽ നമുക്കൊരു 2 മണിക്കൂറൊക്കെ നമുക്ക് ലാസ്റ്റ് ചെയ്യാം. എവിടെയെങ്കിലൊക്കെ പോകുമ്പം കിട്ടില്ലേ, നമ്മളിത് കുളിച്ചൊക്കെ കഴിഞ്ഞാൽ നമ്മളിത് തേച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ ചുറ്റുള്ളവർക്കൊക്കെ അതിൻ്റെ സ്മെല്ല് കിട്ടും കേട്ടോ. അത് അടിപൊളി. ഇതൊരു രക്ഷയില്ല, ഇത് അടിപൊളി സാധനം. നിങ്ങളെല്ലാവരും ഒന്ന് മീൻസ് ശരിക്കും 1800. ഇത് ഓഫറുള്ളപ്പം ഇതും ട്രൈ ചെയ്ത് നോക്കാം. അല്ലാത്തപ്പം മേടിക്കാൻ നമുക്ക് നഷ്ടമായിരിക്കും കേട്ടോ. ഓഫറുള്ള ഞാനിത് ഒരു ഓഫറുള്ള സമയത്ത് മേടിച്ചതായിരുന്നു. മറ്റേ ബാത്ത് ആൻഡ് ബോഡിയുടെ ഈ ചില സൈറ്റിൽ ചിലപ്പോൾ ഓഫേഴ്സൊക്കെ ഇടും, ഇങ്ങനെ ബർത്ത്ഡേ എന്തെങ്കിലുമൊക്കെ മീൻസ് ഫ്രൈഡേകളിലൊക്കെ ചില സമയത്ത് ഓഫേഴ്സ് വരും. അപ്പം നിങ്ങൾ ഈ ബാത്ത് ആൻഡ് ബോഡിയുടെ ചില സാധനങ്ങൾ ട്രയൽ ചെയ്ത് നോക്ക്. പിന്നെ ഇല്ലെങ്കിൽ മറ്റേ മാളിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ മീൻസ് മണത്ത് നോക്കിയാൽ മതി, അത് നമുക്ക് തരും ട്രയലിന്. അന്നേരം നല്ല. പക്ഷെ ഇതൊന്നും ലോങ് ലാസ്റ്റിംഗ് അല്ല എൻ്റെ എക്സ്പീരിയൻസിൽ. പക്ഷെ ചിലവർക്കത് ലോങ് ലാസ്റ്റിംഗ് ഉള്ളതുണ്ടാവാം കേട്ടോ. പക്ഷെ ഞാൻ മേടിച്ചതൊന്നും എനിക്കത് ലോങ് ലാസ്റ്റിംഗ് അല്ല. പക്ഷെ സ്മെല്ല് ഭയങ്കര ഗുഡാണ്, നല്ല രസമാണ് സ്മെല്ല്. പക്ഷെ ലാസ്റ്റിംഗ് അല്ല ഒന്നും, അത്രേ ഉള്ളൂ പ്രശ്നം. മീൻസ് വേറെ കുഴപ്പമൊന്നുമില്ല.